അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലേ? ഈ സ്കൂൾ അടച്ച സമയത്ത് ഇപ്പൊ നമ്മൾ പലതും കണ്ടത് കുട്ടി സംരംഭരെ, കുട്ടി കച്ചവടക്കാരെ കുറെ കണ്ടു. നമ്മളും ചെറുപ്പകാലത്ത് അങ്ങനെ തന്നെയായിരുന്നില്ലേ? ഒരു ചെറിയ കടയൊക്കെ തട്ടി കൂട്ടി ഉണ്ടാക്കും, മിഠായിയൊക്കെ വെക്കും. പക്ഷെ ആ മിഠായി നമ്മൾ വിൽക്കില്ല, നമ്മൾ തന്നെ എടുത്ത് കഴിക്കും. പിന്നെ ചോറും കറി ഇങ്ങനെ മണ്ണ് കൊണ്ടൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഒരു കടയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തൃശ്ശൂർ ചേർപ്പിലാണ്. അവിടെ ബസ് സ്റ്റോപ്പിനെ ഉപ്പിലിട്ട് വിൽക്കുന്ന കടയാക്കി മാറ്റിയിരിക്കുകയാണ്. 4ലും 5ലും പഠിക്കുന്ന കുരുന്നുകൾ. മിടുക്കരാട്ടോ. അവധിക്കാലത്ത് കുടുക്ക നിറയ്ക്കാനുള്ള പൊരിഞ്ഞ പോരാട്ടത്തിലാണ് ഈ കുഞ്ഞ് സംരംഭകർ. ഇവിടെ കുറച്ച് കുട്ടി കച്ചവടക്കാരുണ്ട്. അവരെ കണ്ടാൽ നമുക്ക് കച്ചവടക്കാരെന്നൊന്നും വിളിക്കാൻ തോന്നില്ല. ഉപ്പിലിട്ടതൊക്കെ ആയിട്ടൊരു ചെറിയ സംരംഭം. ബസ് സ്റ്റോപ്പാണ് അവരുടെ കട. ചേട്ടാ, എന്തേലും ഒന്ന് വാങ്ങൂ, നല്ല രുചിയാ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരായാലും ഒന്ന് വാങ്ങി കഴിച്ചു പോകും. മാങ്ങയും ക്യാരറ്റും തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ തിടുക്കമാണ് ഈ മിടുക്കന്മാർക്ക്. പിന്നെ അത് കൊടുക്കാനുള്ള ബഹളവും ബാക്കി എത്ര പൈസ വരുമെന്ന സംശയവും ഒക്കെ ആയിട്ട് കച്ചവടം പൊടി പൊടിക്കുന്നു. ആരുടെ ഐഡിയ ഇത്? മോന്റെ തന്നെ ഐഡിയ? മദ്രസയിരിക്കുമ്പോ ഇങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞു. മദ്രസയിലിരിക്കുമ്പോ തുടങ്ങാന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇങ്ങനെ അങ്ങനെ തുടങ്ങി. മിഠായി വാങ്ങില്ല, പകരം കിട്ടുന്ന പൈസ കൊണ്ട് സ്കൂളിലേക്കുള്ള സാധനം വാങ്ങും. കിട്ടുന്ന പൈസ കൊണ്ട് എന്താ ചെയ്യാ? മുട്ടായിയാണോ മേടിക്കുന്നേ? മുടുക്കിയൊക്കെ ഉണ്ടോ? ഇതൊക്കെ സേവ് ചെയ്യുന്നുണ്ടോ? ചേച്ചിക്ക് എന്തെങ്കിലും തരോ? ചേച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. ഇതാ പേരയ്ക്ക് ഉപ്പിലിട്ടത് ആരാ ഐഡിയ? ഉമ്മച്ചി തന്നെയാണ് ഇട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉമ്മച്ചിയോട് പറഞ്ഞേക്കും. 3 ദിവസമേ ആയിട്ടുള്ളൂ ഈ കുട്ടി സംരംഭത്തിന്. എത്ര രൂപയാ? നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ആദ്യം പൈസ ഇടണമല്ലോ, എന്നാലല്ലേ നമുക്ക് പൈസ കിട്ടൂ. എത്ര രൂപ ഇടും? ഓരോ ദിവസം 250 രൂപ വെച്ചിട്ട്. ഓരോ ദിവസം 200 രൂപ. അപ്പൊ എത്ര രൂപ കിട്ടും? നല്ല കച്ചവടമാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കച്ചവടം. എല്ലാത്തിനും നല്ല ഡിമാൻഡാണ് അത്രേ. വീട്ടില് ആദ്യം ഇങ്ങനൊരു ഐഡിയ പറഞ്ഞപ്പോ വീട്ടുകാരെന്താ പറഞ്ഞേ? മുഹമ്മദ് അസീസ്, അബൂബക്കർ, ഷിജാസ് ഇവരുടെ മേൽനോട്ടത്തിലാണ് കച്ചവടം. കൂടെ കൂട്ടുകാരുമുണ്ട്. ഇനി ഭാവിയിലെ വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരാണെന്ന് തന്നെ നമുക്ക് ഇവരെ കണ്ടാൽ പറയാൻ പറ്റും. ഡിമാൻഡുള്ള ഐറ്റം ഏതെന്നൊക്കെ തന്നെ ഇപ്പോഴേ സെലക്ട് ചെയ്ത് നാളെ അതിനു വേണ്ടിയുള്ള അതൊക്കെ തയ്യാറാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നതിനുള്ളൊരു കാത്തിരിപ്പിലാണ് ഇവരെല്ലാവരും തന്നെ. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം പൂജ വിനോദ്, മനോരമ ന്യൂസ്. അതുവഴി പോകുന്ന എല്ലാരും ഒന്ന് വാങ്ങിച്ചു പോകട്ടോ. അമ്മാതിരിയാണ്, കൂട്ട വിളിയാണല്ലേ എല്ലാവരും. മാർക്കറ്റിംഗ് അടിപൊളിയാണ്. യെസ്, മാർക്കറ്റിംഗ് അടിപൊളിയാണ്. അപ്പൊ ഫോണിൽ ഇങ്ങനെ മുഖം പൂർത്തി ഇരിക്കുന്നതിൽ എത്രയോ നല്ലതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അധികം സമയമില്ല, സ്കൂൾ തുറക്കാനായി പാവം.